യോഗി ആദിത്യനാഥ് എഴുതിയൊരു കത്താണ് ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു വലിയ നേട്ടമായിട്ട് കാണിക്കുന്നത്? നാണമല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു സർക്കാർ മന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമം നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു കത്തയക്കുന്നു, അതിൻ്റെ സഹകരണം അഭ്യർത്ഥിക്കുന്നു, അദ്ദേഹം ഒരു ആശംസ അയക്കുന്നു. അതൊക്കെ ഒരു ഫോർമാലിറ്റിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യമല്ലേ? അതിനപ്പുറത്തേക്ക് എന്താണ്? അപ്പുറത്തേക്ക് എന്താണ് ഇതിനകത്ത്? അത് ഉയർത്തിപ്പിടിക്കുക. അതാണ് ഇപ്പോൾ ആകെ ഇവർക്ക് അഭിമാനകരമായിട്ടുള്ളത്. ഈ അയ്യപ്പ സംഗമത്തിൽ ആകെ അഭിമാനകരമായിട്ട് ഉണ്ട് എന്ന് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് യോഗിയുടെ കത്താ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അല്ല, അതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞറിയാം. BJP വിയോജിക്കുന്ന ഒരു പരിപാടിയിൽ BJPയുടെ ഒരു മുഖ്യമന്ത്രി, ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ കേരളത്തിൽ വന്നപ്പോൾ അയോധ്യയിലും ശബരിമലയിലും ഹിന്ദുവേട്ട എന്ന് പറഞ്ഞ യോഗിയെ പോലും ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ കത്ത്, അദ്ദേഹം മറുപടി കത്ത് കിട്ടണമെങ്കിൽ BJPക്കുള്ള മറുപടി കൂടിയാണെന്നേ അത്. അല്ല, അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചു വന്നേ. വസ്തുത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ സർക്കാർ ടു സർക്കാർ നടത്തുന്ന ചില കത്തിടപാടുകളാണിത്. ഗവൺമെൻറ് ടു ഗവൺമെൻറ് നടത്തുന്ന കത്തിടപാടുകളാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളതിനെ പൊലിപ്പിച്ചെടുത്തിട്ടൊന്നും ഈ പരിപാടിയെ വെള്ളപൂശിയെടുക്കുക ഹാഷ്മി നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഇത് പൊളിഞ്ഞു, ഇന്നലെ തന്നെ പൊളിഞ്ഞല്ലോ. ഇത് പൊളിഞ്ഞ പരിപാടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്നിട്ട് മന്ത്രി കുറെ കണക്കുകൾ പറയുക. നമ്മുടെ കണ്ണുകൾ പറയുന്നതൊക്കെ അസത്യം. ഇന്ത്യയിലെ സകല മാധ്യമങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സകല മാധ്യമങ്ങളും ഉദ്ഘാടന സമയത്ത് പോലും കസേരകൾ കാലിയായിരുന്നു എന്ന് പറഞ്ഞു. അതിന് ഒരു സെമിനാർ, എന്തായിരുന്നു സെമിനാർ? എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ പറഞ്ഞു. ആ ചർച്ച നടത്തിയ വിദഗ്ധന്മാർ പങ്കെടുത്ത ആ സെമിനാറിൽ കാലി കസേരകളോട് സംസാരിക്കേണ്ട ഗതികേടുണ്ടാവുക. എന്ത് ചർച്ച നടത്തി? ആര് അഭിപ്രായം പറഞ്ഞു? തുടക്കം മുതൽ തന്നെ പരാജയപ്പെട്ട ഒരു സംഗമം. ഒരു ഗൂഗിൾ സംഗമത്തിന്റെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? എന്തിനാണ് ഈ കോടിക്കണക്കിന് 7 കോടി എന്ന് സർക്കാർ പറഞ്ഞു. 7 കോടി എന്നാണ് പറയുന്നത്. നമുക്കറിയാം PRD ഇന്നലെയൊക്കെ കൊടുത്ത പരസ്യമുണ്ട്. എത്ര കോടി ചെലവാക്കിയാലാണ് അത്തരം പരസ്യങ്ങൾ കൊടുക്കാൻ പറ്റുക? കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം എന്തിനു വേണ്ടിയാ? എന്നിട്ട് അവിടെ നിന്നിട്ട് നടത്തിയ പ്രസംഗം രാഷ്ട്രീയ പ്രസംഗം. ഇവിടെ നടത്തിയതൊക്കെ രാഷ്ട്രീയമാണ് കേട്ടോ. ഈ പറഞ്ഞ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം എന്തു പറഞ്ഞാലും RSS വർഗീയം, RSS ഫാസിസം എന്നൊക്കെ ഇങ്ങനെ ഈ ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആരാണ് പറയുന്നത്? കോൺഗ്രസ്. ഏത് കോൺഗ്രസ്സാ? മലബാർ മാപ്പിള ലഹളയെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ആ മാപ്പിള ലഹളയെ ന്യായീകരിക്കുന്ന കോൺഗ്രസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ തത്വമസിയെ പറ്റി പറയുന്നു. ആ വേദിയിൽ എന്താണ് തത്വമസി എന്ന് പറയുന്നു, ഏത് ഉപനിഷത്തിലാണ് അത് പറഞ്ഞെന്ന് പറയുന്നു, പുരാണം പറയുന്നു, എന്താണ് ഈ പറയുന്ന ഭഗവത്ഗീത പറയുന്നു, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവജ എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് അവിടെ. അപ്പൊ ആ വേദി എങ്ങനെ രാഷ്ട്രീയ വേദിയാവുക? അതൊരു വിശ്വാസവേദിയല്ലേ ശ്രീ അറിവ് ബാബു? ശരി, ഞാൻ ഇതൊന്നും ഈ ചർച്ച ഇങ്ങനെ പോകരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഹാഷ്മിയുടെ ഇടപെടലില്ലാത്തതുകൊണ്ടാണ് ചർച്ച ഇങ്ങനെ പോയത്. അനൂപ് എന്തെല്ലാം കാര്യങ്ങളാ ഈ സംസാരിച്ചുകൊണ്ടിരുന്നത്? എന്തെങ്കിലും ഈ വിഷയമായിട്ട് ബന്ധമുള്ളതാണോ? നമുക്ക് അയ്യപ്പ സംഗമമാണ് വിഷയമെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ ഉദ്ദേശം എന്തായിരുന്നു? ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനം, ശബരിമലയുടെ അതിനകത്ത് മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ചില ഭക്തന്റെ ലക്ഷണം എന്താണ്? എങ്ങനെയുള്ള ഭക്തിയാണ്? ഭക്തന്റെ ലക്ഷണം ഉണ്ടെന്ന് ഭക്തിയോഗത്തിൽ 8ാമത്തെ ശ്ലോകം മുതൽ പറഞ്ഞിട്ടുണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢ നിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമയപ്രിയ. അത് മൊത്തം പറയാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. കാണാതെ പഠിച്ചിട്ടുണ്ട്. ഭക്തനെ ഞാൻ പറഞ്ഞോട്ടെ ഹാഷ്മി, ഞാൻ പറയുന്നത് കേൾക്കൂ. ജയിക്കിന് നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് നമോഭാഗമായിട്ട് കേട്ടിരുന്നല്ലോ. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. അയ്യപ്പന്റെ ഭക്തൻ എങ്ങനെയാ? ഭക്തൻ അനീതിയോട് പ്രതികരിക്കുന്നവനാ, അധർമ്മത്തോട് പ്രതികരിക്കുന്നവനാ, അന്യായത്തോട് പ്രതികരിക്കുന്നവനാണ് ഭക്തൻ. അങ്ങനെയുള്ള ഭക്തനായിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ഭഗവാൻ പറഞ്ഞത് ക്ലൈഭ്യമാസ്മ ഗമപാർത്ഥ തെക്തോത്തിഷ്ട പരന്തവ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്ന് പറഞ്ഞത്. ആ ഹൃദയ ദൗർബല്യം വെളിഞ്ഞിട്ട് യുദ്ധം ചെയ്യ് എന്ന് ഭഗവാൻ പറഞ്ഞത് നീ നിന്റെ കർമ്മം ചെയ്യാനാണ്. ആ കർമ്മമാണ് ഞങ്ങളെ പോലുള്ളവര്. ഈ അയ്യപ്പ സംഗമം കപടമാണ്, അനീതിയാണ്, അന്യായമാണ് ഞങ്ങൾ പറഞ്ഞു. ഈ അയ്യപ്പ സംഗമം ആത്മാർത്ഥമല്ല. ശബരിമല അയ്യപ്പ സംഗമമായിട്ട് വന്ന മുഖ്യമന്ത്രിക്ക്
ആ ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ? മതാതീത ആത്മീയ കേന്ദ്രമാണ്. എന്താ ശബരിമല ഹിന്ദുക്കളുടേതല്ലേ? ഹിന്ദുക്കളുടെ കേന്ദ്രമല്ലേ ശബരിമല? ഒരു ഹൈന്ദവ ക്ഷേത്രമല്ലേ? അതെന്താ മതാതീതം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണോ അത്? അതെ, എല്ലാ മതക്കാർക്കും വരാവുന്ന ക്ഷേത്രമാണെന്ന് വെച്ചാൽ അത് ഹിന്ദുക്കളുടെ കേന്ദ്രമല്ല എന്നാണോ? അല്ല, അവിടെ വാവൂർനാടയുണ്ടെന്നേ. നിങ്ങളൊക്കെ പൊളിച്ചിടാണെന്ന് ആഗ്രഹിക്കുന്ന വാവൂർനാടയൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് ശബരിമലയുടെ വിശാലമായ ഉത്കൃഷ്ടമായ ആ സങ്കല്പത്തെ പറ്റി പോകണ്ട, സമയമില്ല നമുക്ക്. വാവർക്ക് അയ്യപ്പനായിട്ട് ബന്ധമില്ലെന്നേ. അതാ പ്രശ്നം. അല്ലല്ല, വാവർക്ക് അയ്യപ്പനുമായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് അത് പിടിക്കില്ല. അറിയോ, അത് പൊളിച്ചാണെന്ന് നിങ്ങൾ പറയും. ഷിയാറി ബാബു, നിങ്ങളുടെ പ്രശ്നം അതാണ്. നിങ്ങൾക്ക് ശബരിമലയുടെ പ്രശ്നം അതാണ്. അവിടെ ഒരു വാവൂർനാടയുണ്ട്, അതാണ് നിങ്ങളുടെ പ്രശ്നം. ശ്രീഭൂതനാഥോപാഖ്യാനം വായിക്കണം. ശ്രീഭൂതമൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീഭൂതമൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ ഒരു വാവൂർനാടയുണ്ട്. ആ വാവൂർനാട ശബരിമലയുടെ ഈ പറഞ്ഞ ഇതിഹാസത്തിന്റെ എന്താണ്, ആ ചരിത്രത്തിന്റെ, ആ പുരാണങ്ങളുടെ ഭാഗമാണ്. അത് നിങ്ങൾക്ക് സൂചിക്കില്ല. നിങ്ങൾ പൊളിച്ചുകളെന്ന് പറയും, അത് പൊളിച്ചു കളയില്ല എന്ന് ശബരിമല പറയും. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഇല്ല, നമുക്ക് സമയമില്ല. അല്ല, സംവദിക്കാൻ തയ്യാറുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. പന്തളത്തുകാരെന്നുള്ള നിലയ്ക്ക് സംവദിക്കാൻ 100% തയ്യാറ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇല്ല, സംഘടിപ്പിക്കാം. ഉറപ്പായും സംഘടിപ്പിക്കാം. ഇല്ല, എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ പുതിയ ശ്രീഭൂതോ കൈവച്ചാൽ മതി. നിങ്ങൾ നിൽക്കണം. അത് പൊട്ട് വിട്ടേക്ക്. നമ്മുടെ വിഷയം അതല്ലെന്നേ. നമ്മുടെ വിഷയം അതൊന്നും അല്ല ഷിയാറി ബാബു. അവിടെ വാവരില്ല. ആ വാവര് നിങ്ങളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയുവോ? പൊളിക്കും. അറിയോ? അത് കൈവച്ചാൽ മതി. അത് നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ചർച്ചയ്ക്കിരിക്കാം. നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കാവുന്നേ. ശരി, നമുക്ക് ഇപ്പൊ സമയമില്ല. നമുക്ക് ആ വിഷയത്തിൽ ചർച്ചയ്ക്കിരിക്കാം. ഒരു തർക്കമൊക്കെ എനിക്കറിയാം, എനിക്ക് കാര്യങ്ങൾ അറിയാം. ചരിത്രപരമായി തന്നെ താങ്കൾ തോപ്പിക്കാൻ എനിക്കറിയാം. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തോണ്ടാ ഞാൻ വിട്ടേക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.